നല്ല രീതിയിൽ ഡയറ്റ് ഫോളോ ചെയ്യുന്നുണ്ട്. കുറച്ച് മാത്രമേ കഴിക്കാറുള്ളൂ. എന്നിട്ടും വെയിറ്റ് കുറയുന്നില്ല എന്ന് കംപ്ലയിന്റ് ചെയ്യുന്നവരാണോ നിങ്ങള്? അങ്ങനെയെങ്കിൽ ഇതൊരു ഭക്ഷണത്തിന്റെ മാത്രം ഒരു പ്രശ്നമല്ല എന്നറിയുക. പലർക്കും വെയിറ്റ് ലോസ് നടക്കാതെ കലോറി കാരണം കൊണ്ട് മാത്രമല്ല. പകരം ഹോർമോണൽ ഇംബാലൻസ്, സ്ട്രെസ്സ്, ഇൻസുലിൻ റെസിസ്റ്റൻസ്, മെറ്റബോളിസം സ്ലോ ആവുന്നത് ഇതൊക്കെ ഒരു പ്രധാന കാരണം ആണ്. സ്ട്രെസ് കൂടുതലായാൽ കോർട്ടിസോൾ എന്ന ഹോർമോൺ കൂടുകയും അത് ശരീരത്തിനോട് പറയുകയാണ് ഇപ്പോൾ നിങ്ങൾ സുരക്ഷിതമല്ല, ഫാറ്റ് സ്റ്റോറേജ് ചെയ്യുന്നതാണ് നല്ലത് എന്ന് പറയുകയാണ് ചെയ്യുന്നത്. നമ്മുടെ ബോഡിയുടെ ഒരു ഇൻഫർമേഷൻ അങ്ങനെയായിരിക്കും കിട്ടുക. അപ്പം സ്വാഭാവികമായിട്ടും നമ്മൾ ഫാറ്റ് ബേൺ ആകുന്നില്ല അവിടെ. അതുകൊണ്ട് വെയിറ്റ് ഗെയിൻ ഉണ്ടാവാം. അതുപോലെ തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു കാരണം എന്ന് പറയുന്നത് ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്. ഇൻസുലിൻ ശരിയായ രീതിയിൽ പ്രവർത്തിക്കാത്തപ്പോൾ നമ്മൾ കഴിക്കുന്ന ഷുഗർ സെല്ലിലേക്ക് പോകാതെ ഫാറ്റ് ആയിട്ട് സ്റ്റോർ ചെയ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ എത്ര കുറച്ച് കഴിച്ചാലും വെയിറ്റ് കൂടാനുള്ള ഒരു ടെൻഡൻസി ഉണ്ടാവുന്നു. അതേപോലെ സ്ത്രീകളിൽ കാണപ്പെടുന്ന PCOD, തൈറോയ്ഡ് ഇഷ്യൂസ്, പോസ്റ്റ് പ്രഗ്നൻസി ഹോർമോണൽ ചേഞ്ചസ്, പ്രഗ്നൻസിക്ക് ശേഷം ഉണ്ടാകുന്ന ഹോർമോണൽ ഇംബാലൻസ് എന്നിവയൊക്കെ ഈ വെയിറ്റ് ലോസിന് തടയാനുള്ള ഒരു പ്രധാന കാരണമാവുന്നു. വളരെ കുറച്ച് കഴിച്ച് നാളുകളോളം ഡയറ്റ് ചെയ്തിരുന്നിട്ടും ശരീരം വെയിറ്റ് കുറയുന്നില്ല. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ശരീരം അപ്പോൾ ഒരു സ്റ്റാർവേഷൻ മൂഡിലേക്ക് പോവുകയാണ് ചെയ്യുന്നത്. ആ ഒരു സാഹചര്യങ്ങളിലും വെയിറ്റ് കുറയാതെ പിടിച്ചിരിക്കും ബോഡി. അതിനാൽ ഓർക്കുക, പ്രധാനമായിട്ട് വെയിറ്റ് ഗെയിൻ നമ്മുടെ ഒരു പരാജയമല്ല, അത് ശരീരത്തിന്റെ ഒരു സിഗ്നലാണ്. ശരീരത്തിന്റെ ഇംബാലൻസിനെ മനസ്സിലാക്കാനുള്ള ഒരു ഇൻഫോർമേഷൻ കൂടിയാണ്. അതുകൊണ്ട് ശരീരത്തിൽ ഒരിക്കലും പണിഷ് ചെയ്യാതെ അതിനെ സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പ്രധാനമായിട്ട് നമ്മുടെ മീലുകൾ സ്കിപ്പ് ചെയ്യാതിരിക്കുക. പ്രോട്ടീനും ഹൈ ഫൈബറും ഹെൽത്തി ഫാറ്റും എല്ലാം ബാലൻസ്ഡ് ആയിട്ട് കഴിക്കുക. അത് നമ്മുടെ ബ്ലഡ് ഷുഗർ സ്റ്റേബിൾ ആക്കാനും ഫാറ്റ് ബേൺ ചെയ്യാനും സപ്പോർട്ട് ചെയ്യുന്നതായിരിക്കും. അതുപോലെ സ്ട്രെസ് കുറയ്ക്കാൻ ശ്രദ്ധിക്കുക. ഡെയിലി ഒരു 5 മിനിറ്റ്, ഒരു 10 മിനിറ്റ് ബ്രീത്തിങ് എക്സസൈസ്, വാക്കിങ്, യോഗ ഇതൊക്കെ ചെയ്യുക. അതുപോലെ നല്ല രീതിയിലുള്ള സൗണ്ട് സ്ലീപ്പ് പ്രാക്ടീസ് ചെയ്യുക. നല്ല രീതിയിലുള്ള ഉറക്കം കൂടി നമ്മുടെ ശരീരത്തിന് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് വെയിറ്റ് ലോസിന് സപ്പോർട്ടായിരിക്കും. അത് വെയിറ്റ് ലോസ് നമ്മൾ ഫോഴ്സ് ചെയ്യാൻ പാടില്ല. ശരിയായ രീതിയിൽ നമ്മുടെ ശരീരത്തിന് സപ്പോർട്ട് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ട് ശരീരം തന്നെ പതുക്കെ പതുക്കെ വെയിറ്റ് കുറയ്ക്കാൻ ശ്രദ്ധിക്കും. ശരീരത്തെ ശാന്തമാക്കുക, ഹോർമോണുകൾ ബാലൻസ് ചെയ്യുക, ബ്ലഡ് ഷുഗർ സ്റ്റേബിൾ ആക്കി വെക്കുക, ഒരു ആരോഗ്യകരമായ ഉറക്കം, വിശ്രമം ഒക്കെ നമ്മുടെ ശരീരത്തിന് മനസ്സുഖം കൊടുക്കുകയാണെങ്കിൽ നാച്ചുറൽ ആയിട്ട് വെയിറ്റ് ലോസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും.